ദ പവർ ഓഫ് എ ന്യൂ ആറ്റിറ്റ്യൂഡ്. അലൻ ഇ നെൽസൺ എഴുതിയ ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിന്റെ മുഖ്യ സന്ദേശം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഏറ്റവും വലിയ ശത്രു പലപ്പോഴും പുറത്തല്ല, നമ്മുടെ സ്വന്തം മനോഭാവം തന്നെയാണ് എന്നുള്ളതാണ്. ജീവിതത്തിലെ പല പരാജയങ്ങളും ദുഃഖങ്ങളും സാഹചര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് തെറ്റായ ചിന്തകളും സ്വയം നശിപ്പിക്കുന്ന ശീലങ്ങളും കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഈ പുസ്തകത്തിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. ഒന്നാമത്തെ കാര്യം, മനോഭാവം ജീവിതം രൂപപ്പെടുത്തുന്നു. നാം ലോകത്തെ കാണുന്നത് നമ്മുടെ മനോഭാവത്തിന്റെ കണ്ണാടിയിലൂടെയാണ്. പോസിറ്റീവ് സമീപനം അവസരങ്ങൾ കാണിക്കുന്നു, നെഗറ്റീവ് സമീപനം തടസ്സങ്ങൾ മാത്രം കാണിക്കുന്നു. രണ്ടാമത്തെ കാര്യം, സ്വയം നശിപ്പിക്കുന്ന ശീലങ്ങളെ തിരിച്ചറിയുക. നെഗറ്റീവ് ചിന്ത, ഭൂതകാലത്തിൽ കുടുങ്ങിയുള്ള ജീവിതം, പാസ്റ്റ് ആലോചിച്ചിരിക്കുക, മറ്റുള്ളവരുടെ അംഗീകാരത്തെ, അപ്രൂവൽ നോക്കിയിരിക്കുക, നിരന്തരം പരാതിപ്പെടുക, കംപ്ലൈനിങ്, അങ്ങനെയുള്ള പല സ്വഭാവങ്ങളെ ഈ പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ സ്വന്തം തീരുമാനങ്ങൾക്കും പ്രതികരണങ്ങൾക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഇനി നാലാമത്തെ കാര്യം, ഭൂതകാലത്തെ വിട്ടയക്കുക. പാസ്റ്റിലെ പഴയ മുറിവുകളും കുറ്റബോധവും പരാജയമൊക്കെ പിടിച്ചു നിർത്തി ആലോചിച്ചിരിക്കുന്നത് നമ്മുടെ തുടർന്നുള്ള വളർച്ചയെ തടയും. ക്ഷമിക്കുകയും വേണം, മുന്നോട്ട് പോവുകയും വേണം. അഞ്ചാമത്തെ കാര്യം, മാറ്റം മനസ്സിൽ തുടങ്ങുന്നു. ജീവിതം മാറണമെങ്കിൽ ആദ്യം ചിന്തകൾ മാറ്റണം. പുതിയ ചിന്തകൾ, പുതിയ ശീലങ്ങൾ, പുതിയ ജീവിതം. ഒരു വരിയിൽ ഈ പുസ്തകത്തിന്റെ സാരം പറയുവാണെങ്കിൽ, സാഹചര്യങ്ങൾ മാറ്റാൻ കഴിയാത്തപ്പോൾ പോലും ഏത് സാഹചര്യത്തിലും അവയെ കാണുന്ന മനോഭാവം മാറ്റാൻ നമുക്ക് കഴിയും. അതാണ് ജീവിതത്തെ മാറ്റുന്ന യഥാർത്ഥ ശക്തി. കാഴ്ചപ്പാട് കഷ്ടപ്പാട് മാറ്റുന്ന പറയില്ലേ. ഇനി ഭഗവത്ഗീതയിലെ സന്ദേശവുമായിട്ട് ചേർത്ത് നോക്കുകയാണെങ്കിൽ, ഉദ്ധരേതാത്മാനാത്മാനാം, അല്ലെ, സ്വന്തം മനസ്സിനെ കൊണ്ട് സ്വയം ഉയർത്തുക. മനസ്സ് സുഹൃത്താവുമ്പോ ജീവിതം ഉയരും, ശത്രു ആവുമ്പോ ജീവിതം ഭാരമാകും. ഇന്ന് ഒരു പ്രശ്നത്തെ നോക്കി ഇതിൽ എന്ത് അവസരമുണ്ട് എന്ന് സ്വയം ചോദിക്കുക. അതാണ് എ ന്യൂ ആറ്റിറ്റ്യൂഡ് എന്ന യാത്രയുടെ ആദ്യ ചുവട്.